ഇനി അടുത്തത് theorem ആണ്. Let S be an n surface in Rn plus 1 and let alpha from I to S be a parameterized curve in S, and let T0 belongs to I and let V belongs to S alpha of T0. Then there exists a unique vector field V tangent to S along alpha, which is parallel and has V of T0 equal to V. എന്താ തിയറം പറയുന്നത്? സം n സർഫസസും ആൻഡ് എ പാരാമീറ്ററൈസ്ഡ് കർവ് ആൽഫ ഫ്രം I to S കൺസിഡർ ചെയ്താൽ ഫോർ എനി പോയിന്റ് T0 in I and V in S alpha of T0 എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ദർ എക്സിസ്റ്റ് എ യുണീക്ക് വെക്റ്റർ ഫീൽഡ് V സച്ച് ദാറ്റ് V of T0 equal to V. പിന്നെ എന്തായിരിക്കണം? V പാരലൽ ആയിരിക്കണം, പിന്നെ ടാൻജൻറ്റ് ടു S along ആൽഫ ആയിരിക്കണം. സോ ഇത്രയും കണ്ടീഷൻസ്, അതായത് എന്താ, V of T0 equal to V ആയിരിക്കണം, ടാൻജൻറ്റ് ടു എസ് അലോങ് ആൽഫ ആയിരിക്കണം, പാരലൽ ആയിരിക്കണം. ഇത്രയും കണ്ടീഷൻസ് ആണ്. ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു യുണീക്ക് വെക്റ്റർ ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമ്മൾ എന്തൊക്കെ നമുക്ക് വേണ്ടത്? ടാൻജൻറ്റ് ടു എസ് അലോങ് ആൽഫ, സാറ്റിസ്ഫൈങ് വി ഡാഷ്, അതായത് പാരലൽ വെക്റ്റർ ഫീൽഡ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ, അതായത് കൊവേരിയൻ ഡെറിവേറ്റീവ് ഓഫ് വി എന്തായിരിക്കണം? 0 ആയിരിക്കണം. പിന്നെ എന്ത് ഇനീഷ്യൽ കണ്ടീഷൻ? വി ഓഫ് T0 ഈക്വൽ ടു വി ആയിരിക്കണം. സോ നൗ കൺസിഡർ കൊവേരിയൻ ഡെറിവേറ്റീവ് ഓഫ് വി. കൊവേരിയൻ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ എന്താ? വിച്ച് ഇസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് വി മൈനസ് ഡെറിവേറ്റീവ് ഓഫ് വി ഡോട്ട് എൻ കോമ്പോസിഷൻ ആൽഫ ഇൻറ്റു എൻ കോമ്പോസിഷൻ ആൽഫ. ആൻഡ് ഹിയർ ഫോർ ദിസ്, ഈ ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ടിയിട്ട് നമ്മൾ ഒരു ഇക്വേഷന് പകരം നമ്മൾ കൺസിഡർ വി ഡോട്ട് എൻ കോമ്പോസിഷൻ ആൽഫ ഡാഷ്, അതായത് ഡെറിവേറ്റീവ് ഓഫ് വി ഡോട്ട് എൻ കോമ്പോസിഷൻ ആൽഫ വിച്ച് ഇസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് വി ഡോട്ട് എൻ കോമ്പോസിഷൻ ആൽഫ പ്ലസ് വി ഡോട്ട് ഡെറിവേറ്റീവ് ഓഫ് എൻ കോമ്പോസിഷൻ ആൽഫ. ഇവിടെ നമുക്ക് വി ഡോട്ട് എൻ കോമ്പോസിഷൻ ആൽഫ എന്താണെന്ന് കിട്ടും? വി ഡോട്ട് എൻ കോമ്പോസിഷൻ ആൽഫ ഇസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് വി ഡോട്ട് എൻ കോമ്പോസിഷൻ ആൽഫ മൈനസ് വി ഡോട്ട് ഡെറിവേറ്റീവ് ഓഫ് എൻ കോമ്പോസിഷൻ ആൽഫ എന്ന് കിട്ടും. സോ ഈ ഒരു ഇക്വേഷൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? വി ഡാഷ് ഇസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് വി മൈനസ് വി ഡോട്ട് എൻ കോമ്പോസിഷൻ ആൽഫ ഡാഷ് മൈനസ് വി ഡോട്ട് എൻ കോമ്പോസിഷൻ ആൽഫ ഡോട്ട് ഇൻറ്റു എൻ കോമ്പോസിഷൻ ആൽഫ എന്ന് വരും. ഇനി ഇവിടെ വി എന്ന് പറയുന്നത് ടാൻജന്റ് വെക്റ്റർ ഫീൽഡ് ആയിരിക്കണം. സോ വി ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? belongs to S alpha of T for each T belongs to I ആയിരിക്കണം. ആൻഡ് വി ഓഫ് ടി എൻ കോമ്പോസിഷൻ ആൽഫ ഓഫ് ടി എന്താണ്? ഓർത്തോഗണൽ വെക്റ്റേഴ്സ് ആണ്. സോ ഈ ഡോട്ട് പ്രൊഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് നമുക്ക് എന്തറിയാം? വി ഡാഷ് ഇസ് ഈക്വൽ ടു വി ഡോട്ട് പ്ലസ് വി ഡോട്ട് എൻ കോമ്പോസിഷൻ, ഈ ഒരു മൈനസും മൈനസും പ്ലസ് ആവും. സോ പ്ലസ് വി ഡോട്ട് എൻ കോമ്പോസിഷൻ ആൽഫ ഡോട്ട് ഇൻറ്റു എൻ കോമ്പോസിഷൻ ആൽഫ വരും. ഇനി നമുക്ക് പാരലൽ വെക്റ്റർ ഫീൽഡ് ആവേണ്ടത് വിച്ച് ഇസ് V parallel if and only V dash is equal to 0, which is if and only V dot plus V dot n composition alpha dot n into n composition alpha equal to 0. ഇനി ഈ ഒരു ഇക്വേഷൻ ഞാൻ P എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ അകത്തുള്ള ഓരോ ടേമും നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. ഹിയർ ഇഫ് V of t is equal to alpha of t, V1 of t, V2 of t, etc. Vn plus 1 of t. And suppose n composition alpha is equal to alpha of t, n1 composition alpha of t, etc. and n plus 1 composition alpha of t. അങ്ങനെയാണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് വി എന്ത് വരും? ആൽഫ ഓഫ് ടി ഡി വി വൺ ബൈ ഡി ടി ഡി വി ടു ബൈ ഡി ടി എക്സെട്ര ഡി വി എൻ പ്ലസ് 1 ബൈ ഡി ടി വരും. ആൻഡ് എൻ കോമ്പോസിഷൻ ആൽഫ ഓഫ് ടീൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? ആൽഫ ഓഫ് ടി ഡി ടി d by dt of n1 composition alpha etc. d by dt of n plus 1 composition alpha എന്ന് വരും. ഇനി ഡെറിവേറ്റീവ് നമുക്ക് എങ്ങനെ n I composition alpha dash എന്ന് ഡിനോട്ട് ചെയ്യാം. സോ n1 composition alpha of t, n1 composition alpha dash of t is equal, derivative of n1 composition alpha of t is equal to alpha of t n1 composition alpha dash etc. nn plus 1 composition alpha dash എന്ന് വരും. ഇനി നമ്മൾ
ഈ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്താൽ വി ഡോട്ട് കിട്ടി, എൻ കോമ്പോസിഷൻ ആൽഫ കിട്ടി. ഇനി ഈ ഒരു ടേമാണ് വേണ്ടത്. സോ വി ഡോട്ട് എൻ കോമ്പോസിഷൻ ആൽഫ ഡോട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആൽഫ ഓഫ് ടി v1 v2 എക്സെട്ര vn പ്ലസ് 1 ഡോട്ട് ആൽഫ ഓഫ് ടി n1 കോമ്പോസിഷൻ ആൽഫ ഡാഷ് എക്സെട്ര nn പ്ലസ് 1 കോമ്പോസിഷൻ ആൽഫ ഡാഷ് എന്ന് വരും. ആൻഡ് ആ ഒരു ഡോട്ട് പ്രൊഡക്റ്റ് എന്താണ്? ഈ കറസ്പോണ്ടിങ് ടേംസിന് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യാം. അതായത് v1 n1 കോമ്പോസിഷൻ ആൽഫ ഡാഷ് പ്ലസ് v2 n2 കോമ്പോസിഷൻ ആൽഫ ഡാഷ് പ്ലസ് എക്സെട്ര vn പ്ലസ് 1 nn പ്ലസ് 1 കോമ്പോസിഷൻ ആൽഫ ഡാഷ് എന്ന് വരും. അതായത് വിച്ച് ഇസ് ഈക്വൽ ടു സമ്മേഷൻ j ഈക്വൽ ടു 1 to എക്സെട്ര n പ്ലസ് 1 vj nj കോമ്പോസിഷൻ ആൽഫ ഡാഷ് എന്ന് വരും. സോ നമുക്ക് ഈ ഒരു ഇക്വേഷൻ പീന, അതായത് ഈ ഒരു ഇക്വേഷന് എങ്ങനെ എഴുതാം? ആൽഫ ഓഫ് ടി ഡി വി വൺ ബൈ ഡി ടി എക്സെട്ര ഡി വി എൻ പ്ലസ് 1 ബൈ ഡി ടി പ്ലസ് സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to എക്സെട്ര എൻ പ്ലസ് 1 വി ജെ എൻ ജെ കോമ്പോസിഷൻ ആൽഫ ഡാഷ് ആൽഫ ഓഫ് ടി എൻ വൺ കോമ്പോസിഷൻ ആൽഫ എക്സെട്ര എൻ എൻ പ്ലസ് 1 കോമ്പോസിഷൻ ആൽഫ ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇനി കറസ്പോണ്ടിങ് ടേംസിന് ഇതൊരു സ്കേലാർ ആയിരിക്കും. കറസ്പോണ്ടിങ് ടേംസിന് തമ്മിൽ സ്കേലാർ അല്ല, റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആയിരിക്കും. ഇനി കറസ്പോണ്ടിങ് ടേംസിന് തമ്മിൽ ആഡ് ചെയ്ത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നത് നമുക്ക് എന്ത് വരും? വിച്ച് ഇസ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡി വി ഐ ബൈ ഡി ടി പ്ലസ് സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to എക്സെട്ര എൻ പ്ലസ് 1 വി ജെ എൻ ജെ കോമ്പോസിഷൻ ആൽഫ ഡാഷ് എൻ ഐ കോമ്പോസിഷൻ ആൽഫ ഇസ് ഈക്വൽ ടു 0 for I equal to 1 to etc n plus 1. Now consider the differential equation v dot plus v dot n composition alpha dot into n composition alpha is equal to 0. ഞാനിവിടെ ഡോട്ട് പറഞ്ഞതിന് കൺഫ്യൂഷൻ ആവരുത്. ഇവിടെ ഫസ്റ്റ് വി ഡോട്ട് എൻ കോമ്പോസിഷൻ ആൽഫ എന്ന് പറയുന്നത് ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. നെക്സ്റ്റ് എൻ കോമ്പോസിഷൻ ആൽഫ ഡോട്ട് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് എൻ കോമ്പോസിഷൻ ആൽഫ ആണ്. സോ അത് നിങ്ങൾ അങ്ങനെ തന്നെ കൺസിഡർ ചെയ്യണം, മാറിപ്പോകരുത്. with the initial condition v of t naught is equal to v. ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്താൽ ഈ വിനെ ഞാൻ ആൽഫ ഓഫ് ടി നോട്ട് വി വൺ വി ടു എക്സെട്ര വി എൻ പ്ലസ് 1 ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഈ ഒരു ഇക്വേഷൻ എങ്ങനെ റീറൈറ്റ് ചെയ്യാം? സിസ്റ്റം ഓഫ് എൻ പ്ലസ് 1 ഇക്വേഷൻസ് ആയിട്ട് എഴുതാം. അതായത് ഡി വി ഐ ബൈ ഡി ടി പ്ലസ് സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to എക്സെട്ര എൻ പ്ലസ് 1 എൻ ജെ കോമ്പോസിഷൻ ആൽഫ ഡാഷ് Vj into Ni composition alpha equal to 0 with the initial condition Vi of T naught equal to I, Vi of T naught equal to Vi for I equal to 1 to etc n plus 1. And by the existence and uniqueness theorem for solutions of first order differential equations, there exists a unique vector field V along alpha satisfying the equation P together with the initial condition V of T naught equal to V. അതായത് ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്ത് നമുക്ക് ഇതിന് ഈ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് ദർ എക്സിസ്റ്റ് വി ഐ സച്ച് ദ വി ഐ ഓഫ് ടി നോട്ട് ഈക്വൽ ടു വി ഐ ആൻഡ് സാറ്റിസ്ഫൈ ദിസ് ഇക്വേഷൻ ഫോർ ഐ ഈക്വൽ ടു 1 to എക്സെട്ര എൻ പ്ലസ് 1. ആൻഡ് സോ നമുക്ക് എന്ത് പറയാം? ദർ എക്സിസ്റ്റ് എ function v which satisfies this condition with the v of t not equal to v. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്താണ്? ദർ എക്സിസ്റ്റ് എ വെക്ടർ ഫീൽഡ് v such that v satisfies this equation together with the initial condition v of t not equal to v. ഇനി ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ v എന്തായിരിക്കും? ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ v ഡാഷ് ഈക്വൽ ടു 0 ആയിരിക്കും. v ഡാഷ് ഈക്വൽ ടു 0 ആയത് അതായത് വി ഡാഷ് ഈക്വൽ ടു 0 ഈ ഒരു ഇക്വേഷൻ ഈക്വൽ ടു ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈ ഒരു ഇക്വേഷൻ ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ ഇതിനൊരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? വി ഡാഷ് ഈക്വൽ ടു 0 ആയിരിക്കും. സോ ആ ഒരു വെക്ടർ ഫീൽഡ് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. സോ നമുക്ക് എന്തൊക്കെ കിട്ടി? പാരലൽ വെക്ടർ ഫീൽഡ് വിച്ച് സച്ച് ദാറ്റ് വി ഓഫ് ടി നോട്ട് ഈക്വൽ ടു വി എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് എന്താണ്? വി ടാൻജൻറ്റ് ടു എസ് അലോങ് ആൽഫയാണോ ചെക്ക് ചെയ്യണം. അതായത് നമ്മളിപ്പോൾ ഈ ഒരു ഇക്വേഷൻ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഈ ഒരു കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനെ കൊണ്ട് വി പാരലൽ ആണ് എന്നൊക്കെ കിട്ടി. പക്ഷെ നമ്മൾ ടാൻജൻസ് അതായത് വി ടാൻജൻറ്റ് ടു എസ് അലോങ് ആൽഫയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വി ഡോട്ട് എൻ കോമ്പോസിഷൻ ആൽഫ കൺസിഡർ ചെയ്യുന്നു.
വി ഡോട്ട് എൻകോമ്പോസിഷൻ ആൽഫേൻ്റെ ഡെറിവേറ്റീവ് കൺസിഡർ ചെയ്യുന്നു. അത് ഈക്വൽ ടു 0 ആണെന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആണെന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? വി ഡോട്ട് എൻകോമ്പോസിഷൻ ആൽഫ എന്ന് പറയുന്നത്, അതായത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വി ഡോട്ട് എൻകോമ്പോസിഷൻ ആൽഫ എന്താണെന്ന് പ്രൂവ് ചെയ്യും? ഇതിൻ്റെ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആണെന്ന് പ്രൂവ് ചെയ്യും. ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ എന്തായിരിക്കും? കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയിരിക്കും. അതായത് വി ഡോട്ട് എൻകോമ്പോസിഷൻ ആൽഫ എന്താണ്? കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയിരിക്കും. പിന്നെ ഫോർ സം ടി നോട്ടിന് ഇറ്റ് ഇസ് ഈക്വൽ ടു 0 ആണെന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫോർ ഓൾ ടി എന്തായിരിക്കും? വി ഡോട്ട് എൻകോമ്പോസിഷൻ ആൽഫ ഓഫ് ടി ഈക്വൽ ടു 0 ആയിരിക്കും. സോ എന്തറിയാം? വി ഓഫ് ടിയും എൻകോമ്പോസിഷൻ ആൽഫ ഓഫ് ടി ഈക്വൽ ടു 0 ആയിരിക്കും. വി ഓഫ് ടിയും എൻകോമ്പോസിഷൻ ആൽഫ ഓഫ് ടിയും മ്യൂച്വലി ഓർത്തോഗണൽ ആയിരിക്കും, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ നമുക്ക് എന്താ പറയാം? ഓർത്തോഗണൽ വെക്റ്റേഴ്സ് ആയതുകൊണ്ട് വി ഓഫ് ടി എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവും? എസ് ആൽഫ ഓഫ് ടിയിലുണ്ടാവും. എസ് ആൽഫ ഓഫ് ടി എന്ന് പറയുന്നത് സ്പാൻ ഓഫ് എൻ ആൽഫ ഓഫ് ടി പെർപ്പാണ്. സോ വി ഓഫ് ടി ബിലോങ്സ് ടു എസ് ആൽഫ ഓഫ് ടി ഫോർ ഈച്ച് ടി എന്ന് പറയാം. അതായത് വി ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? ടാൻജെൻറ്റ് ടു എസ് അലോങ് ആൽഫ ആയിരിക്കും. എന്നാൽ അതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് വി ഡോട്ട് എൻകോമ്പോസിഷൻ ആൽഫ ഡാഷ് കൺസിഡർ ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു, ബൈ ഡെഫിനിഷൻ നമുക്ക് എന്ത് എഴുതാം? വി ഡോട്ട് എൻകോമ്പോസിഷൻ ആൽഫ പ്ലസ് വി ഡോട്ട് എൻകോമ്പോസിഷൻ ആൽഫ ഡോട്ട് എന്ന് എഴുതാം. ഇനി നമുക്ക് ഈ വി എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഏത്? ഇതാ ഈ വി ഡോട്ട് പ്ലസ് വി ഡോട്ട് എൻകോമ്പോസിഷൻ ആൽഫ ഡോട്ട് പ്ലസ് ഇൻറ്റു എൻകോമ്പോസിഷൻ ആൽഫ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സോ നമുക്ക് വി ഡോട്ട് എന്ന് എങ്ങനെ എഴുതാം? വി ഡോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് വി ഡോട്ട് എൻകോമ്പോസിഷൻ ആൽഫ ഡോട്ട് ഇൻറ്റു എൻകോമ്പോസിഷൻ ആൽഫ എന്ന് എഴുതാം. സോ നമുക്ക് എന്തായി? വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് വി ഡോട്ട് എൻകോമ്പോസിഷൻ ആൽഫ ഡോട്ട് ഇൻറ്റു എൻകോമ്പോസിഷൻ ആൽഫ ഡോട്ട് എൻകോമ്പോസിഷൻ ആൽഫ പ്ലസ് വി ഡോട്ട് എൻകോമ്പോസിഷൻ ആൽഫ ഡോട്ട് എന്ന് വന്നു. ഇനി ഇവിടെ ഈ ഡോട്ട് പ്രൊഡക്റ്റ് കൺസിഡർ, ഇവിടെ എൻകോമ്പോസിഷൻ ആൽഫ മാത്രമാണ് വെക്ടർ ആയിട്ട് വരുന്നത്. ഇത് എന്താണ്? ഒരു റിയൽ വാല്യൂ ആണ് വരിക, ആറിലേക്കുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കും. സോ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എൻകോമ്പോസിഷൻ ആൽഫ ഡോട്ട് എൻകോമ്പോസിഷൻ ആൽഫ എന്താണ്? 1 ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് വി ഡോട്ട് എൻകോമ്പോസിഷൻ ആൽഫ ഡോട്ട് പ്ലസ് വി ഡോട്ട് എൻകോമ്പോസിഷൻ ആൽഫ ഡോട്ട് എന്ന് വന്നു, ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു 0. സോ ഡെറിവേറ്റീവ് ഈസ് ഈക്വൽ ടു 0 ഫോർ ഈച്ച് ടി ബിലോങ്സ് ടു ഐ നീട്ടി. അതായത് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഫംഗ്ഷൻ എന്തായിരിക്കും? കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയിരിക്കും. അത് വിച്ച് ഇംപ്ലൈസ് വി ഡോട്ട് എൻകോമ്പോസിഷൻ ആൽഫ ഈസ് കോൺസ്റ്റൻറ്റ് അലോങ് ആൽഫ. ഇനി ഫോർ ടി നോട്ട് we know that v dot encomposition alpha of t naught is equal to v of t naught dot encomposition alpha of t naught, and here v of t naught is equal to vector v and it is equal to v dot encomposition alpha of t naught വരും. ഇനി v എന്ന് പറയുന്നത് എവിടെയുള്ള വെക്ടറാണ്? ടാൻജൻറ്റ് സ്പേസ് ആയിട്ട് ആൽഫ ഓഫ് ടി നോട്ടിലുള്ളൊരു വെക്ടറാണ്. സോ ഈ ഒരു ഡോട്ട് പ്രൊഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഹെൻസ് വി ഡോട്ട് എൻകോമ്പോസിഷൻ, അതായത് നമുക്ക് എന്താ കിട്ടിയത്? There existed point t naught belongs to I such that v dot encomposition alpha of t naught equal to 0 and v dot encomposition alpha എന്താണെന്നും കിട്ടിയിട്ടുണ്ട്? കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ അലോങ് ആൽഫ ആണെന്നും കിട്ടിയിട്ടുണ്ട്. സോ എന്തായിരിക്കണം? v dot encomposition alpha എന്ന് പറയുന്നത് 0 ഫംഗ്ഷൻ ആയിരിക്കണം. v dot encomposition alpha equal to 0 is 0 അലോങ് ആൽഫ ആയിരിക്കണം. ഇനി ഇത് ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? v എന്ന് പറയുന്നത് v of t belongs to s alpha of t for each t belongs to I ആയിരിക്കും. So the vector field v is tangent to s along alpha. Hence എന്തൊക്കെ പ്രൂവ് ചെയ്തു? There exists a unique parallel vector field v such that v of t not equal to v and v is tangent to s along alpha. So hence the proof.